Hello guys, welcome back to my channel Dazzling Lotus. This is me Shamsi Anis with you guys. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു customized captioned design on a canvas bag ആണ്. അപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇതിൻ്റെ സർഫേസ് ഒരു ലിൻറ്റ് റോളർ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണ്. സോ ദാറ്റ് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ഞാനൊരു റെഫറൻസിനൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ ഞാനൊന്ന് നോക്കി എക്സാക്റ്റ് പ്ലേസ്മെൻറ്റ് എവിടെയാണ് നമുക്ക് വെക്കേണ്ടതെന്നുള്ളതൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. പിന്നെ ഞാനൊരു സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ മിഡ് പോയിൻറ്റും അതുപോലെ എത്ര ഡിസ്റ്റൻസ് വേണം ഈ ഡിസൈൻ നമ്മൾ വരച്ച് വരുമ്പോൾ എന്നൊക്കെ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ വെച്ചിട്ട് ഞാൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ലുക്ക് അതിന് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് ഡിസൈൻ നോക്കിക്കൊണ്ട് വരയ്ക്കാം. ഇല്ലാച്ചെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രേസിങ് പേപ്പർ ഉപയോഗിച്ച് ഫസ്റ്റ് ഡിസൈന് എന്ത് മീഡിയത്തിലാണോ വരയ്ക്കുന്നത് അതിലേക്ക് ട്രേസ് ചെയ്തതിന് ശേഷം മാത്രമേ വരയ്ക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. സോ ഞാനിപ്പോൾ ഈ കംപ്ലീറ്റ് ഡിസൈൻ ഇവിടെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ട്ലൈനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടത് വെച്ചാൽ എവിടെയൊക്കെയാണ് എന്തൊക്കെ കളറാണ് കൊടുക്കണമെന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന കളർ ഇന്ന സ്ഥലത്ത് നിന്നുള്ളതിൽ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം ഈ ബാഗിൻ്റെ അടിയിലാണ് ക്യാപ്ഷൻ എഴുതിയത്. ബട്ട് ദെൻ ലേറ്റർ ഓൺ ഐ ചേഞ്ച് ദാറ്റ്. അത് പിന്നീട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ബ്രൈറ്റ് കളർ പാലറ്റാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. റെഫറൻസിനെടുത്ത ഡിസൈനിലുള്ള കളർ തീം അങ്ങനെ ആയിരുന്നു. സോ ഏതാണ്ട് അതേ ഒരു കളർ തീം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓൾ ബ്രൈറ്റ് പിങ്ക്സ്, പേർപ്പിൾസ്, വയലറ്റ്സ് ആൻഡ് ബ്ലൂസ്. അപ്പോൾ നമ്മളിങ്ങനെ കളറിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ക്യാൻവാസ് ബാഗിലൊക്കെ ആകുമ്പോൾ നമുക്ക് 1-2 കോട്ടുകളുടെ ആവശ്യം ഉണ്ടാവും. അപ്പം ഞാൻ 2-3 കോട്ട് അടിച്ചിട്ടാണ് ഈ ഒരു ലുക്കിലോട്ട് എത്തിച്ചെടുത്തത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് കീപ് ദ സപ്പോർട്ട് ഓൺ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഡീറ്റെയിലിംഗ്. എന്ത് ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്താലും അതിൻ്റെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ അതിലോട്ട് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ് ആണ്.
അപ്പോൾ കളറിങ്ങും ഡീറ്റെയിലിങ്ങും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഔട്ട്ലൈനിങ്. അപ്പോൾ അതിന് ബ്ലാക്ക് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈനിങ് ചെയ്യുന്നത്. ഞാൻ പെൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ബ്രഷും പെയിൻറ്റും തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ബട്ട് ദ റിസൾട്ട് വിൽ ബി വെരി സാറ്റിസ്ഫൈയിങ്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലൈനിങ് ഇപ്പോൾ ചെയ്ത് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഞാൻ ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ആ കാക്ടസിൻ്റെ മുള്ളുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ക്യാപ്ഷൻ ഇതിൻ്റെ താഴെയാണ് എഴുതിയത്. പിന്നെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനത് എൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഞാൻ മേലോട്ട് ക്യാപ്ഷനിങ് ചേഞ്ച് ആക്കി. അപ്പോൾ ആദ്യം ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ അത് ക്യാപ്ഷൻ എഴുതി. സെൽഫ് ലവ് ക്ലബ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് 3 കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തു. ആ കളേഴ്സ് വെച്ചിട്ട് ഞാൻ ആദ്യം എഴുതി. അത് ഇപ്പം ലവ് ഹാർട്ട് ഫിൽ ചെയ്തു. അങ്ങനെ ഞാൻ ആ ക്യാപ്ഷൻ മൊത്തം എഴുതി തീർത്തതിന് ശേഷം എനിക്ക് എന്തോ ഒരു എംപ്റ്റിനെസ് പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്ലവേഴ്സ് ആഡ് ചെയ്യാമെന്ന് കരുതി നമ്മൾ ഡോട്ടിങ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അതൊരു റെഡ് ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ് എടുത്തത്. ലാസ്റ്റ് ഫൈനൽ ടച്ച് എന്നുള്ള പോലെ കുറച്ച് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തു എല്ലാ ഫ്ലവേഴ്സിനും. കാരണം ഫ്ലവേഴ്സ് മാത്രമായപ്പോൾ ഒരു എംപ്റ്റിനെസ് പോലെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള പോലെ ഈ ക്യാപ്ഷൻസും ഞാൻ ഔട്ട്ലൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ക്യാൻവാസ് ബാഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഔട്ട്ലൈനിങ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. എൻഡ് റിസൾട്ട് ഇസ് ഓസം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഗ്രീനിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഫൈനൽ വീഡിയോ എടുക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വാവ് ഫോർ മീ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഹാൻഡിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അവിടെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.